DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 26 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിക്ക് കീഴിൽ ഗ്യാസ് കണക്ഷനുള്ള ഗുണഭോക്താക്കൾക്ക് നിലവിൽ ലഭിച്ചു വരുന്ന 300 രൂപ സബ്സിഡി ആനുകൂല്യം തടസ്സമില്ലാതെ തുടരുന്നതിന് EKYC പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ നടപടിക്രമം പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. അതിനാൽ ഇതുവരെ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ മാർച്ച് 30-നുള്ളിൽ അതത് ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് ബയോമെട്രിക് വിവരങ്ങൾ നൽകി ഇത് പൂർത്തിയാക്കേണ്ടതാണ്. ഉജ്ജ്വല ഗുണഭോക്താക്കൾക്ക് പുറമെ സബ്സിഡി ലഭിക്കാത്ത സാധാരണ ഗാർഹിക കണക്ഷനുള്ള ഉപഭോക്താക്കളും EKYC ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് നിലവിൽ അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത അറിയിപ്പ്, ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ എന്നിവരുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കും. ഈ തുകയുടെ 20% സബ്സിഡിയായി ലഭിക്കുമെന്നതും വളരെ ആശ്വാസമാണ്. 20-നും 60-നും ഇടയിൽ പ്രായമുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ മുൻഗണന ലഭിക്കുന്നത്. താൽപ്പര്യമുള്ളവർക്ക് കോർപ്പറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.ksmdfc.org വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. BPL കുടുംബങ്ങൾക്കും ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന മക്കളുള്ളവർക്കും ഈ പദ്ധതിയിൽ പ്രത്യേക മുൻഗണന ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, കേരളത്തിലെ വീട്ടമ്മമാർക്കായി സർക്കാർ ആവിഷ്കരിച്ച പ്രതിമാസം 1000 രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഫെബ്രുവരി മാസത്തിൽ നടക്കുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തുന്നത്. പദ്ധതിക്ക് അപ്രൂവൽ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ട ധനസഹായമായി 1000 രൂപ വീതം വിതരണം ചെയ്തു തുടങ്ങുന്നതാണ്. ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ അർഹരായവർക്ക് ഇനിയും അവസരമുണ്ട്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. എന്നാൽ നിലവിൽ മറ്റ് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരോ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി ചെയ്യുന്നവരോ ഈ പദ്ധതിയുടെ പരിധിയിൽ വരില്ല. അടുത്ത അറിയിപ്പ്, ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണം ജനുവരി 27 ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത്. ഫെബ്രുവരി 5-ാം തീയതിയോടുകൂടി അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക പൂർണ്ണമായും ലഭ്യമാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.